മനോജേ എടാ നിന്റെ കൊച്ചിന്റെ പിറന്നാളായിട്ട് നീ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? അല്ല നീ വിളിക്കുന്ന പോട് നിന്നെ ഞാൻ അടിക്കും. കുഞ്ഞുനാള് മുതൽ ഞാൻ എടുത്തോണ്ട് വളർന്നതാണ് നിന്നെ. രണ്ടുപേരും എനിക്ക് അന്യമല്ല. പിന്നെ എന്തുകൊണ്ട് കുഞ്ഞിന്റെ പിറന്നാളിന് എന്നെ വിളിച്ചില്ല? അത് മാമ അല്ലല്ല നിങ്ങൾ വേറെന്താ ചുറ്റിക്കളിയുണ്ട്? അല്ലെങ്കിൽ പിന്നെ എന്നെ മാത്രം വിളിക്കാതിരിക്കേണ്ട കാര്യം എന്തോടെ? കുഞ്ഞമ്മയുടെ വീട്ടിൽ കല്യാണത്തിന് വന്നിട്ട് ആ കല്യാണം കൊളാക്കിയത് നിങ്ങൾ മറന്നുപോയോ? ഞാൻ ചെയ്ത് നിങ്ങളുടെ നാക്കിന്റെ കുഴപ്പം ഉള്ള പറയാലോ മാമ. നിങ്ങൾ ഒരു മനുഷ്യന് കണ്ണിന് നേരെ കണ്ടുകൂടാ. എന്ത് കാര്യം? നിങ്ങളുടെ നാക്ക് തന്നെ പ്രശ്നം. എടാ ഞാൻ എന്ത് പറഞ്ഞു? അതുപോലെ നീ ആ കുഞ്ഞുമേരെ മോളെ കേസ് എന്താണ് പറഞ്ഞത്? പെണ്ണിനെ ഇട്ടിട്ട് പോയില്ലേ? അത് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ആ പെണ്ണിന്റെ മാമൻ വന്ന് ചോദിച്ചു. മാമനാണ്? ഞാൻ പറഞ്ഞു അതെ മോഹന മാമനാണ്. പിന്നെ പെൺകുട്ടി അങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞു നല്ല സ്നേഹസമ്പന്നയായ പെൺകുട്ടി. അതിനാരെങ്കിലും ഇട്ടിട്ട് പോകുമോ? നമ്മൾ പറയാൻ ബാധിച്ചു വിശാലമായിട്ട് പറയണ്ടേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ വന്നല്ല, ഇപ്പൊ വരേണ്ടതല്ലായിരുന്നു, നിങ്ങളൊരു 2 ആഴ്ച മുമ്പ് വരേണ്ടതായിരുന്നു. നമുക്ക് ആ കോവളം ബീച്ച്, ശംഖുവം ബീച്ച്, അപ്പുറത്തെ പാറക്കലൊക്കെ പോയി കഴിഞ്ഞാൽ അവളെ സ്നേഹസമ്പന്നത കാണാം. ഒരിടത്ത് വരും സ്നേഹം വിളമ്പും പോകും. അത്രയാണ് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഈ സ്നേഹസമ്പന്ന എന്ന് പറഞ്ഞ എന്തിനെന്ന്? ഇവിടെ സ്നേഹസമ്പന്ന എന്ന് പറഞ്ഞപ്പോ ഓരോരുത്തർ അവളെ സ്നേഹം കാണിക്കുന്നില്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അത് കെട്ടണ ചെറുക്കനോടാണോ മനുഷ്യ പറയുന്നത്? അതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ? നാക്കാണ് നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ മാമ. ഇതാണ് ഈ നാക്കാണ്. മനോജേടെ നീ അങ്ങനെ പറയരുത്. കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യൂ? ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് പോകുന്നു, കുഞ്ഞിന് പിറന്നാളായി, ഇതുവരെ നീ സന്ധ്യയും തമ്മിലുള്ള പ്രേമ കഥ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയില്ല. പറയുമ്പോ നമ്മൾ സ്മിതയായിട്ടുള്ള പ്രേമത്തിന്റെ കേസം പറയണ്ടേ? കൊച്ചെ അതൊന്നും വിഷയമല്ല. അപ്പൊ ആൻസിയായിട്ടുള്ള പ്രേമം പറഞ്ഞിട്ടുള്ള അവസ്ഥ എന്തോന്ന് മാമ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഇവിടെ വന്ന് പറയുന്നേ? ഇടാ ഞാനിപ്പോ ആൻസിരിയും മറ്റുള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പൊ നീ വേലക്കാരി ജാനുവിന്റെ മോളെ പിറകെ പോയ സമയത്ത് തെങ്ങില് കെട്ടിവെച്ച് അടിയെന്ന കേസ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ എനിക്ക്